ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു യുവർ ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ പെർസെപ്ഷൻ്റെ കുറച്ച് ബാരിയേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് നമുക്ക് ചില പെർസെപ്ഷൻ ഉണ്ടെങ്കിൽ ആക്യുറേറ്റ് ആയിട്ട് അത് പെർസീവ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അതിനുള്ള തടസ്സങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇവിടെ പറയുന്നിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സെലക്റ്റീവ് പെർസെപ്ഷൻ ആണ്. എന്താണ് സെലക്റ്റീവ് പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ? അതായത് ഒരു ഓർഗനൈസേഷൻ്റെ ഭാഗത്തു നിന്ന് നമ്മൾ പെർസെപ്ഷനെ കുറിച്ച് പറയുമ്പോൾ ഇത് ഉദ്ദേശിക്കുന്നത് പേയിങ് അറ്റൻഷൻ ടു ഇൻഫർമേഷൻ. നമ്മൾ ചില ഐഡിയാസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും, ആ ഐഡിയനെ സപ്പോർട്ട് ചെയ്യുന്ന ഇൻഫർമേഷന് മാത്രം നമ്മൾ ശ്രദ്ധ കൊടുക്കുക, അല്ലാത്തതിനൊക്കെ നമ്മൾ ഇഗ്നോർ ചെയ്യുക. ഇതിനെയാണ് സെലക്റ്റീവ് പെർസെപ്ഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ എളുപ്പം പറയുമ്പോൾ മനസ്സിലാവും. നമുക്ക് ചില ടീച്ചേഴ്സിന് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യുക അവരുടെ നെഗറ്റീവ് പേഴ്സണാലിറ്റിയോ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സിനെ ആയിരിക്കും. ആൻഡ് അവർക്ക് എന്ത് പോസിറ്റീവ് ക്വാളിറ്റി ഉണ്ടെങ്കിലും നമ്മൾ അതിനെ ഇഗ്നോർ ചെയ്യും. കാരണം നമ്മളുടെ ആ ഒരു പെർസെപ്ഷൻ എന്താണ്, അവരോട് നമുക്ക് താല്പര്യമില്ല അല്ലെങ്കിൽ അത് ഡിസ്ലൈക്ക് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിനോട് യോജിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആവുക. അപ്പോൾ അവരുടെ നെഗറ്റീവ് പേഴ്സണാലിറ്റിനെ ആയിരിക്കും നമ്മളെല്ലാവരും കൂടുതൽ ഫോക്കസ് ചെയ്യുക. ഇതിനെയാണ് സെലക്റ്റീവ് പെർസെപ്ഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു ടെൻഡൻസി ഫോർ പീപ്പിൾ ടു പ്രൊട്ടക്ട് ദംസെൽസ് ഫ്രം ചില ഐഡിയാസ് എന്നോ ഒബ്ജക്റ്റ് എന്നോ സിറ്റുവേഷൻ എന്നും അല്ലെങ്കിൽ ത്രട്ടനിങ് എന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ടെൻഡൻസി പലരും കാണിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ആരാണോ നമുക്ക് കൂടുതലായിട്ട് ത്രട്ടൻ ആവുന്നത് അവരെ നമുക്ക് പൂർണ്ണമായിട്ടും ഇഗ്നോർ ചെയ്തുകൊണ്ടും നമുക്കിത് ചെയ്യാവുന്നതാണ്. ഇതൊക്കെയാണ് സെലക്റ്റീവ് പെർസെപ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് സ്റ്റീരിയോ ടൈപ്സ്. സ്റ്റീരിയോ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർ സിംപ്ലിഫൈഡ് മെന്റൽ പിക്ചർ ദാറ്റ് അസോസിയേറ്റഡ് വിത്ത് എ പെർട്ടിക്കുലർ ഗ്രൂപ്പ്. ഇവിടെ നമ്മൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ വിമൺ ആർ ഇമോഷണൽ. അവിടെ ആ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് വിമൺ ആണ്. പൊതുവേ സ്ത്രീകൾ എന്ന് പറയുന്നത് വളരെ ഇമോഷണൽ ആയിട്ടുള്ള ആളുകളാണ്. അല്ലെങ്കിൽ റിച്ച് ആർ ത്രിഫ്റ്റി, അതായത് നല്ലോണം പണമുള്ള ആളുകൾ എപ്പോഴും ഭയങ്കര പിശുക്ക് കാണിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു ഗ്രൂപ്പിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് അവരുടെ ക്യാരക്ടർ എന്താണെന്നുള്ളത് പറയാം. അതുപോലെ ഫാറ്റ് പീപ്പിൾ എപ്പോഴും ജോളി ആയിരിക്കും. ഇതൊക്കെ ഒരു സ്റ്റീരിയോ ടൈപ്പിലാണ് പറയുന്നത്. ഒരു ഗ്രൂപ്പിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഒരു മെന്റൽ പിക്ചർ ഓൾറെഡി നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ചില ആൾക്കാരുടെ വിശ്വാസം യങ് പീപ്പിൾ എന്ന് പറയുന്നത് വളരെ ലേസിയാണ്. അവർ കൂടുതലായിട്ട് എക്സ്ട്രാ ബ്രേക്കുകളൊക്കെ എടുക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് ഒരിക്കലും എന്നാൽ ഓൾഡർ പീപ്പിൾ വളരെ ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് പെർസീവ് ചെയ്യാൻ ചിലപ്പോൾ കഴിവുണ്ടായിക്കൊള്ളണമെന്നില്ല. ഇതിനാണ് സ്റ്റീരിയോ ടൈപ്പ് എന്ന് പറയുന്നത്. മൂന്നാമത്തത് ഹാലോ ഇഫക്റ്റ് ആണ്. ഹാലോ ഇഫക്റ്റ് എന്ന് പറയുന്നത് when managers provide favorable evaluations of employees based on their observation of isolated successes. ഇവിടെ മാനേജേഴ്സ് അവനവൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനെയൊക്കെ ഇവാലുവേറ്റ് ചെയ്യാം. അതായത് അവരെന്താണോ ഒബ്സർവ് ചെയ്ത് കിട്ടിയ കാര്യങ്ങൾ അതിൻ്റെ ബേസിലായിരിക്കും ഫേവറബിൾ ആയിട്ടൊരു ഇവാലുവേഷൻ നടത്തുന്നത്. അപ്പോൾ ഹാലോ എറർ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും മാനേജേഴ്സ് ചെയ്യുന്നത് അസ്യൂം ദാറ്റ് എ പേഴ്സൺ വിത്ത് ഗുഡ് അറ്റൻഡൻസ് റെക്കോർഡ് ഈസ് റെസ്പോൺസിബിൾ ഇൻ ഓൾ ഏരിയാസ് ഓഫ് പെർഫോമൻസ്. അവിടെ അസംഷൻ ആണ് ചെയ്യുന്നത്. അപ്പോൾ അയാൾ നല്ല രീതിയിൽ എന്നും നല്ലൊരു അറ്റൻഡൻസ് ഉള്ളൊരു വ്യക്തിയാണെങ്കിൽ അതേ ഒരു കഴിവ് എല്ലാ കാര്യങ്ങളിലും പെർഫോമൻസിലും എല്ലാ ഏരിയയിലും റെസ്പോൺസിബിൾ ആയിരിക്കും എന്നൊരു അസംഷനിലാണ് അവിടെ വരുന്നത് എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ഇവരെ നമ്മൾ കൂടുതലായിട്ട് പാസ്റ്റ് ഇയറിലെ പെർഫോമൻസിനെയൊക്കെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇവരുടെ പല കാര്യങ്ങളും നമ്മൾ തീരുമാനിക്കുന്നതും അവരാൽ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നതും ഒക്കെ എന്നുള്ളതാണ് പറയുന്നത്. അതാണ് ഹാലോ ഇഫക്റ്റ് എന്ന് പറയുന്നത്. പ്രൊജക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെൻഡൻസി ടു ആട്രിബ്യൂട്ട് വൺസ് ഓൺ ബിലീഫ്. അവനവൻ്റെ സ്വന്തം വിശ്വാസങ്ങൾ, ഫീലിങ്സ്, ടെൻഡൻസികൾ, മോട്ടീവ്സ്, നീഡ്സ് ടു അതർ പീപ്പിൾ, ഇതിനോടുള്ള ആ ഒരു ടെൻഡൻസിയാണ് കാണിക്കുന്നത്. ഫോർ എക്സാമ്പിൾ പറയുന്നത് മാനേജർ ഹു എൻജോയ്സ് ടേക്കിംഗ് ഓൺ ന്യൂ റെസ്പോൺസിബിലിറ്റീസ് മേ പ്രൊജക്ട് ദിസ് ടെൻഡൻസി ഓൺ ടു എംപ്ലോയീസ് ബൈ അസൈനിങ് ദം എക്സ്ട്രാ ജോബ് ഡ്യൂട്ടീസ് വിതൗട്ട് ഫസ്റ്റ് കൺസൾട്ടിങ് ദം. അതായത് ചില മാനേജേഴ്സ് എന്ന് പറയുന്നത് അവർക്ക് എപ്പോഴും പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ അല്ലെങ്കിൽ പ്രൊജക്റ്റുകൾ ഏറ്റെടുക്കാൻ റെഡി ആയിരിക്കും. പക്ഷേ അതിനോടൊപ്പം അവർ ചെയ്യുന്നത് താഴെയുള്ള എംപ്ലോയീസിന് എക്സ്ട്രാ ഡ്യൂട്ടീസ് അവരുമായിട്ട് കൺസൾട്ട് ചെയ്യാതെ അവർ ആ ഡ്യൂട്ടീസ് ഇട്ട് കൊടുക്കുക എന്നാണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ മാനേജേഴ്സിന് ഒരിക്കലും നെഗറ്റീവ് കോൺസിക്വൻസസ് ഈ ഒരു പ്രൊജക്ഷൻ്റെ ഉള്ളത് ഒഴിവാക്കാൻ പറ്റില്ല എന്നാണ് അവിടെ പറയുന്നത്. നെക്സ്റ്റ് അഞ്ചാമത്തെ പോയിന്റിൽ എക്സ്പെക്ടേഷൻ എന്താണ്? നമ്മൾ പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ മുൻകൂട്ടി ഇങ്ങനെ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുക. എക്സ്പെക്ടേഷൻ ഈസ് ദ ടെൻഡൻസി ടു ഫൈൻഡ് ഇൻ എ സിറ്റുവേഷൻ ഓർ എ പേഴ്സൺ വാട്ട് വൺ എക്സ്പെക്ട്സ് ടു ഫൈൻഡ്. നമ്മൾ എന്താണ് കണ്ടെത്താൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ നടക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, അത് പ്രതീക്ഷകളാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അവർ എക്സ്പെക്ടേഷൻ ഹാവ് എ ബിഗ് ഇമ്പാക്റ്റ്. ആ ഒരു എക്സ്പെക്ടേഷനും നല്ല രീതിയിൽ ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ എങ്ങനെയാണ് പെർസീവ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ ബേസ് ചെയ്തുകൊണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വെൻ വി ആസ്ക് പീപ്പിൾ ഹൗ ദേ ആർ ഡൂയിങ് വി എക്സ്പെക്ട് ദം
ടു ആൻസർ എങ്ങനെയാണ് നിങ്ങൾ ആ വർക്ക് ചെയ്തത്. അപ്പോൾ നമ്മൾ അവരിൽ നിന്ന് എന്താ ചെയ്യുന്നത്, ആ ആൻസർ പ്രതീക്ഷിക്കുന്നുണ്ട്. ഫൈൻ, താങ്ക് യു. ഇഫ് ദർ റെസ്പോൺസ് ഈസ് അക്കംപ്റ്റീൻഡ് ബൈ നെഗറ്റീവ് ബോഡി ലാംഗ്വേജ് ആണെങ്കിൽ വി മേ ചൂസ് ഇഗ്നോർ ദ നോൺ വെർബൽ ഇൻഫർമേഷൻ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ നോൺ വെർബൽ ഇൻഫർമേഷനിലൂടെ അത് ഇഗ്നോർ ചെയ്യും. ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് കൺസിസ്റ്റൻറ്റ് വിത്ത് ദ എക്സ്പെക്റ്റേഷൻ. അപ്പോൾ നമ്മൾ അവിടെ പ്രതീക്ഷ അവിടെ തെറ്റാണ് ചെയ്യുന്നത്. അവർ ആൻസർ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിക്ക് നമുക്കതിന് ഉത്തരം കിട്ടുന്നുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ അവിടെ എക്സ്പെക്റ്റേഷൻ അവിടെ ഇല്ലാതെയാവുന്നു. ഇനി നെക്സ്റ്റ് പറയുന്നതാണ് ആട്രിബ്യൂഷൻ തിയറി എന്ന് പറയുന്നത്. ആട്രിബ്യൂഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വിച്ച് വി കെയിം ടു അണ്ടർസ്റ്റാൻഡ് ദ കോസസ് ഓഫ് അവർ ഓൺ ബിഹേവിയർ ആൻഡ് ദാറ്റ് ഓഫ് അതർ പീപ്പിൾ. നമ്മളുടെ സ്വന്തം ബിഹേവിയറും മറ്റുള്ളവരുടെ ബിഹേവിയറിൻ്റെയും കാരണങ്ങളെ മനസ്സിലാക്കുന്ന പ്രോസസ്സിനെയാണ് ആട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. വെനെവർ വി ട്രൈ ടു എക്സ്പ്ലെയിൻ വൈ സംവൺ, എന്തുകൊണ്ടാണ് അവർ ഈ ഒരു രീതിയിൽ ബിഹേവ് ചെയ്യുന്നത്, അവിടെ നമ്മൾ അതിനൊരു ഉത്തരം കൊടുക്കണമെങ്കിൽ അതിനാണ് ആട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. കാരണം ആ ഒരു സിറ്റുവേഷനെ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, അതിൻ്റെ കാരണം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് ആട്രിബ്യൂഷൻ തിയറി എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, പെർഫോമൻസ് അപ്രൈസൽ ആർ ഓഫൺ ഇൻഫ്ലുവൻസ്ഡ് ബൈ ആട്രിബ്യൂഷൻ ഇൻ ദാറ്റ് മാനേജേഴ്സ് ഓഫൺ ടേക്ക് ഇൻ ടു അക്കൗണ്ട് ദ കോസ് ഓഫ് ദ എംപ്ലോയീസ് ബിഹേവിയർ. ഒരു എംപ്ലോയിയുടെ ബിഹേവിയർ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ നമ്മൾ നോക്കുന്നത് എന്താ, അവരുടെ പെർഫോമൻസ് അപ്രൈസലും കൂടി കണക്ട് ചെയ്തിട്ടാണ് നോക്കുന്നത്. അപ്പോൾ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ആട്രിബ്യൂഷൻസ് ക്യാൻ ഓൾസോ ഹെൽപ്പ് മാനേജേഴ്സ് ഡീൽ വിത്ത് കോൺഫ്ലിക്റ്റ്. അങ്ങനെ വരുന്ന സമയത്ത് അവിടെ പല കോൺഫ്ലിക്റ്റുകളും വരാൻ ചാൻസും കൂടി കൂടുതലാണെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ബിഹേവിയറിന് ഇൻറ്റേർണൽ ആയിട്ടുള്ള സ്റ്റിമുലി ഉണ്ടായിരിക്കും, എക്സ്റ്റേണൽ ആയിട്ടുള്ള സ്റ്റിമുലി ഉണ്ടായിരിക്കും. അപ്പോൾ ഒരാൾ പരീക്ഷയ്ക്ക് നന്നായി പഠിക്കാത്തതുകൊണ്ട് ഫെയിലിയർ ആയി എന്ന് പറയുമ്പോൾ അവിടെ നമുക്കറിയാം പഠിക്കാത്തത് കൊണ്ട് ഫെയിലിയർ ആകുമ്പോൾ അത് ഇൻറ്റേർണൽ ആയിട്ട്, കാരണം നമ്മൾ പഠിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യമായിരുന്നു, അതാണ് ഇൻറ്റേർണൽ സ്റ്റിമുലി എന്ന് പറയുന്നത്. അതേസമയം എക്സാം നന്നല്ലായിരുന്നു അല്ലെങ്കിൽ നല്ല രീതിക്ക് പഠിപ്പിച്ചതല്ലേ പറയുമ്പോൾ അത് എക്സ്റ്റേണലി വരുന്ന ഒരു സ്റ്റിമുലിയാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ബേസിസിൽ ആ കാരണങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ആട്രിബ്യൂഷൻ തിയറി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇഫ് എൻ എംപ്ലോയി ഈസ് ലേറ്റർ അറ്റ് വർക്ക് വൺ ക്യാൻ ആട്രിബ്യൂട്ട് ഹിസ് ലേറ്റ് കമ്മിങ് ഡ്യൂ ടു ലേസിനെസ് ഓർ ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ ദ ജോബ് ഓഫ് ഓൺ സ്ലീപ്പിംഗ്. അതായത് അവർ പറയുന്നത് എന്താണ്, ഒരു എംപ്ലോയി കറക്റ്റായിട്ട് ജോലിക്ക് വരാതിരിക്കുക, ലേസി ആയിരിക്കുക, അതിന് വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാതിരിക്കുക, അവർക്ക് ആ ജോലിയോടുള്ള താല്പര്യമില്ലായ്മയാണ് കാണിക്കുന്നത്. ദിസ് വുഡ് ബി ഇൻറ്റേർണൽ ഇൻ്റർപ്രിട്ടേഷൻ. ഇതാണ് ഇൻറ്റേർണൽ ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത്. അതേസമയം അവർ ലേറ്റ് ആയിരിക്കുന്നത് അവിടെ റോഡ് ആക്സിഡൻറ്റ് കാരണമോ അല്ലെങ്കിൽ ട്രാഫിക് ജാം കാരണമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വീട്ടിലിറങ്ങിയ അസുഖങ്ങൾ കാരണമാണെങ്കിൽ അത് എക്സ്റ്റേണലി വരുന്ന ആട്രിബ്യൂഷനാണ്. അവിടെ പ്രധാനമായിട്ട് 3 ഫാക്ടേഴ്സാണ് യൂസ് ചെയ്യുന്നത് ഒരാളുടെ ബിഹേവിയറിൽ. ഈ കോസസ് ഇൻറ്റേർണൽ ഫാക്ടർ ആണോ അതോ എക്സ്റ്റേണൽ ഫാക്ടർ കൊണ്ടാണോ ഇങ്ങനെ ഒരു ആട്രിബ്യൂഷൻ എടുക്കേണ്ടി വരുന്നത് എന്നുള്ള 3 ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. 1 ഡിസ്റ്റിങ്റ്റീവ്നെസ്, 2 കോൺസെൻസസ്, 3 കൺസിസ്റ്റൻസി. എന്താണ് ഡിസ്റ്റിങ്റ്റീവ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറ്റ് റെഫേഴ്സ് ടു വെദർ ആൻ ഇൻഡിവിജ്വൽ ഡിസ്പ്ലേ ഡിഫറെൻറ്റ് ബിഹേവിയർ ഇൻ ഡിഫറെൻറ്റ് സിറ്റുവേഷൻ. പല സിറ്റുവേഷനിലും പലതരത്തിലുള്ള ബിഹേവിയർ ചെയ്യുന്ന വ്യക്തികളെയാണ് ഡിസ്റ്റിങ്റ്റീവ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, എ പേഴ്സൺ മേ കമ്മിങ് ലേറ്റ് ഓൺലി. ഓഫീസിൽ വരുന്ന സമയത്ത് എപ്പോഴും ലേറ്റ് ആവുകയും അതേപോലെ പിക്നിക്ക് അല്ലെങ്കിൽ പാർട്ടി എന്നുള്ള കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് കറക്റ്റ് ടൈമിന് എത്തുകയും ചെയ്യുക എന്ന് പറയുമ്പോൾ അവിടെ സിറ്റുവേഷൻ ഡിഫറെൻ്റ് ആണ്, ബിഹേവിയറും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ ബിഹേവിയർ ഒരിക്കലും നമുക്ക് യുണീക്കായിട്ട് പറയാൻ പറ്റാത്തൊരവസ്ഥേനെയാണ് എന്ത് പറയുന്നത്, ഡിസ്റ്റിങ്റ്റീവ്നെസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് കൺസെൻസസ് എന്ന് പറയുന്നത് വെദർ ഓൾ പീപ്പിൾ ഹു ആർ ഫേസിങ് വിത്ത് സിമിലർ സിറ്റുവേഷൻ റെസ്പോണ്ട് ഇൻ ദ സെയിം വേ ഓർ നോട്ട്. എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരേ തരത്തിലുള്ള പ്രോബ്ലം ആണെങ്കിലും അതിൻ്റെ റെസ്പോൺസ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കുമെന്നാണ് പറയുന്നത്. പ്രോബ്ലം ഫേസ് ചെയ്യുന്നതും അത് അനുഭവിക്കുന്നതെല്ലാം ഒരേ സെയിം വേയിലാണ്, പക്ഷെ അതിൻ്റെ റെസ്പോണ്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, അത് ഒരേപോലെ ആവാം, അല്ലായിരിക്കാം. ഓൾ ദ പീപ്പിൾ ആർ റെസ്പോണ്ടിങ് ദ സെയിം വേ ദെൻ ദർ ഈസ് ഹൈ കോൺസെൻസസ്. എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങൾ ഒരേ രീതിയിലാണെങ്കിൽ അപ്പോൾ അവിടെ തമ്മിൽ എന്തുണ്ട്, ഒരു പരസ്പരം ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് എന്നാണ് പറയുന്നത്. അവിടെ കൺസെൻസസ് എന്ന് പറയുന്നത് വളരെ ഹൈ ആണ്. ദെൻ ഹിസ് ലേറ്റ് കമ്മിങ് ബിഹേവിയർ ഈസ് ഡ്യൂ ടു എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. അപ്പോൾ ആ ഒരു ലേറ്റ് കമ്മിങ് ബിഹേവിയർ എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് കൊണ്ടാണ്. ഇഫ് ഓൺലി എ പെർട്ടിക്കുലർ വർക്കർ ഈസ് ലേറ്റ്, എല്ലാ എംപ്ലോയീസും കറക്റ്റ് സമയത്തെത്തും, ഒരാൾ മാത്രമാണ് ലേറ്റ് ആവുന്നതെങ്കിൽ ദെൻ ദർ ഈസ് ലോ കൺസെൻസസ്. അവിടെ വരുന്നത് അത് കുറഞ്ഞ കൺസെൻസസ് ആണ്. കാരണം അതവിടെ കൺസെൻസസ് എന്ന് പറയുന്ന ലോ ആണ്. ലേറ്റ് കമ്മിങ് ഈസ് ഡ്യൂ ടു ഇൻറ്റേർണൽ ഫാക്ടർ. അവിടെ
ഇൻറ്റേർണൽ ഫാക്ടർ കാരണമാണ് ആ ഒരു കൺസെൻസസ് വളരെ ലോ ആവാൻ കാരണം. മൂന്നാമത്താണ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. കൺസിസ്റ്റൻസി റെഫേഴ്സ് വെദർ എ പേഴ്സൺ റെസ്പോണ്ട് ദ സെയിം all the time, that is whether his late coming is common in all the days or once in a while. ഇവിടെ എന്താ പ്രത്യേകത എന്ന് പറയുന്നത്, സ്ഥിരതയാണ് കാണിക്കുന്നത്. എങ്ങനെ, അതായത് ലേറ്റ് കമ്മിങ്, വെദർ ഹിസ് ലേറ്റ് കമ്മിങ് ഈസ് കോമൺ, എല്ലാപ്പോഴും ലേറ്റ് ആയിട്ട് വരുന്നതോ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ലേറ്റായി വരുന്നതിനൊക്കെ റീസൺ എപ്പോഴും എന്തായിരിക്കും, ഒരേ റീസൺ ആയിരിക്കും പറയുക. ഇതിനെയാണ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഇഫ് ഹിസ് ലേറ്റ് കമ്മിങ് ഈസ് റിപ്പോർട്ടഡ് ഇൻ ഓൾ ദ ഡേയ്സ്, എല്ലാ ദിവസവും അയാൾ ലേറ്റ് ആയിട്ടാണ് വരുന്നതെന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അവിടെ ഹൈ കൺസിസ്റ്റൻസിയാണ് കാണിക്കുന്നത്. ഇനി ആ ഒരു ഹൈ കൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ ഹിസ് ലേറ്റ് കമ്മിങ് ബിഹേവിയർ ഈസ് ഡ്യൂ ടു ഇൻറ്റേർണൽ ഫാക്ടർ. അപ്പോൾ അതിൻ്റെ റീസൺ എന്താണ്, അത് ഇൻറ്റേർണൽ ഫാക്ടറാണ്. ഈ ലേറ്റ് കമ്മിങ് റിപ്പോർട്ട് ചെയ്യുന്നത് ഒരിക്കൽ മാത്രമാണ്, അല്ലെങ്കിൽ ആഴ്ചയിൽ അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കൽ മാത്രമാണെങ്കിൽ അവിടെ ലോ കൺസിസ്റ്റൻസിയാണ്. അവിടെ ആ സ്ഥിരതയ്ക്ക് കുറവൊന്നുമില്ല, വളരെ കുറവാണ്. ഇഫ് ദർ ഈസ് ലോ കൺസിസ്റ്റൻസി ആണെങ്കിൽ അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആയിരിക്കും. അപ്പോൾ എത്രത്തോളം കൺസിസ്റ്റൻറ്റ് ബിഹേവിയർ ഉണ്ടോ അത്രത്തോളം ഒബ്സർവർ അവരുടെ ആട്രിബ്യൂട്ട് ടു ഇൻറ്റേർണൽ ഫാക്ടേഴ്സിനെ ഇൻക്ലൈൻ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഇനി ഈ ആട്രിബ്യൂഷനിൽ വരുന്ന എറേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ ആട്രിബ്യൂഷൻ എററാണ്. ഫണ്ടമെൻ്റൽ ആട്രിബ്യൂഷൻ എറർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ടെൻഡൻസി ടു അണ്ടർ എസ്റ്റിമേറ്റ് ദ ഇൻഫ്ലുവൻസ് ഓഫ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. എക്സ്റ്റേണലി നമ്മുടെ ക്യാരക്ടർ ബിഹേവിയറിൽ ചേഞ്ച് വരുത്തുന്ന ആ ഒരു ഫാക്ടേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെങ്കിലും അതിനെ നമ്മൾ വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാതിരിക്കുക, അതിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഓവർ എസ്റ്റിമേറ്റ് ചെയ്യുക. ഇൻഫ്ലുവൻസ് ഓഫ് ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് വെൻ മേക്കിംഗ് ജഡ്ജ്മെൻറ്റ് അബൌട്ട് ദ ബിഹേവിയർ ഓഫ് അതേഴ്സ്. മറ്റുള്ളവരെ കുറിച്ച് അല്ലെങ്കിൽ അവരുടെ സ്വഭാവത്തിനെ കുറിച്ചൊരു ജഡ്ജ്മെൻറ്റ് നമ്മൾ ചെയ്യുമ്പോൾ അത് ഇൻറ്റേർണലായിട്ടും എക്സ്റ്റേണലായിട്ടും ആ ഫാക്ടേഴ്സിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുകയോ ഓവർ എസ്റ്റിമേറ്റ് ചെയ്യുകയോ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഫണ്ടമെൻ്റൽ ആട്രിബ്യൂഷൻ എറർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നത്, ഒരു സെയിൽസ് മാനേജർ ലൈക്ലി ടു ആട്രിബ്യൂട്ട് ദ പുവർ പെർഫോമൻസ് ഓഫ് ഹിസ് സെയിൽസ് agents to laziness rather than to new product line introduced by the competitor or current recession prevailing in the economy. ഇപ്പോൾ ഒരു സെയിൽസ് മാനേജർ അവരുടെ കീഴിലുള്ള എംപ്ലോയീസിൻ്റെ പുവർ പെർഫോമൻസിന് പറയുന്ന റീസൺ എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ ആ ഏജൻറ്റിൻ്റെ ലേസിനെസ് ആയിരിക്കാം, പുതിയ പ്രൊഡക്റ്റ് ആയിരിക്കും, പുതിയ പ്രൊഡക്റ്റ് ലൈൻ ആയിരിക്കാം കോമ്പറ്റേറ്റർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഇപ്പോൾ നിലവിൽ എക്കണോമി തന്നെ റിസഷൻ പീരീഡിലാവാം. ഇതാണ് അതിൻ്റെ ആ ഒരു പുവർ പെർഫോമൻസിന് കാരണമെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ചില കാര്യങ്ങളെ ഓവർ എസ്റ്റിമേറ്റോ അണ്ടർ എസ്റ്റിമേറ്റോ ചെയ്തുകൊണ്ട് ഇൻറ്റേർണലായിട്ടും എക്സ്റ്റേണൽ ഫാക്ടേഴ്സിനെ ചെയ്യുന്ന ആ ഒരു ടെൻഡൻസിനെയാണ് ഫണ്ടമെൻ്റൽ ആട്രിബ്യൂഷൻ എറർ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്താണ് സെൽഫ് സെർവിങ് ബയാസ് എന്ന് പറയുന്നത്. ഇവിടെ ഇൻഡിവിജ്വൽസ് ടു ആട്രിബ്യൂട്ട് ദെയർ ഓൺ സക്സസ് ടു ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് സച്ച് ആസ്, ഇനി ഒരാൾക്ക് എന്തെങ്കിലും തരത്തിലൊരു വിജയം ഉണ്ടാവുമ്പോൾ അത് അവരുടെ ഇൻറ്റേർണൽ ഫാക്ടറുമായിട്ട് കണക്ട് ചെയ്ത് പറയാം, അത് എൻ്റെ കഴിവ് കൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ ശ്രമിച്ചത് കൊണ്ടാണ്, വൈൽ പുട്ടിംഗ് ദ ബ്ലെയിം ഫോർ ഫെയിലിയേഴ്സ് ഓൺ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് സച്ച് ആസ് ലക്ക് ഓർ ഫേറ്റ്. അപ്പോൾ വിജയിക്കുന്ന സമയത്ത് നമ്മുടെ കഴിവുകളെ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുകയും പരാജയം വരുമ്പോൾ അതെല്ലാം പുറത്തുള്ള കാരണങ്ങളെ പറയുകയും ചെയ്യുന്നതിനാണ് സെൽഫ് സെർവിങ് ബയസ് എന്ന് പറയുന്നത്. വൈൽ അസസിങ് ദ പെർഫോമൻസ് ഓഫ് സബോർഡിനേറ്റ്സിൻ്റെ പെർഫോമൻസിനെ നമ്മൾ അസസ് ചെയ്യുമ്പോൾ മാനേജേഴ്സ് ആർ ലൈക്ലി ടു പ്രൊവൈഡ് ഫീഡ്ബാക്ക് ഇൻ എ ഡിസ്റ്റോർട്ടഡ് മാനർ. അപ്പോൾ നമ്മളെപ്പോഴും അവർക്കുള്ള ഫീഡ്ബാക്ക് കൊടുക്കുമ്പോൾ ഒരിക്കലും ഇങ്ങനെ ഡിസ്റ്റോർട്ട് ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങളാവരുത്. മാനർ ഡിപ്പെൻഡിങ് ഓൺ വെദർ ഇറ്റ് ഈസ് പോസിറ്റീവ് ഓർ നെഗറ്റീവോ പോസിറ്റീവോ ആയി വരുന്ന കാര്യങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുന്നതിന് പകരം നമ്മൾ നമ്മുടേതായ അഭിപ്രായങ്ങളാണ് അവിടെ ഏറ്റവും കൂടുതൽ പറയേണ്ടതെന്നുള്ളതാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നത് പെർസെപ്ഷൻ എന്നുള്ളൊരു ടേമിൻ്റെ ഓർഗനൈസേഷനിൽ നമുക്കത് എങ്ങനെയൊക്കെയാണ് സ്പെസിഫിക്കലി അപ്ലൈ ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ എന്തൊക്കെ തരത്തിലുള്ള സ്പെഷ്യൽ ആപ്ലിക്കേഷൻസ് ആണ് ഓർഗനൈസേഷനിൽ പെർസെപ്ഷനെ കൊണ്ട് ചെയ്യുന്നതെന്നുള്ളത്. എപ്പോഴും പല ആളുകളെയും നമുക്ക് ജഡ്ജ് ചെയ്യേണ്ടി വരുന്നത് പല പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കാം. ചിലപ്പം അവരുടെ പെർഫോമൻസിനെ അപ്രൈസ് ചെയ്യാനായിരിക്കാം, മോട്ടിവേഷൻ ലെവൽ കൂട്ടാനാവാം, അവരുടെ ആറ്റിറ്റ്യൂഡ് ആവാം, സ്കില്ലായിരിക്കാം, നോളേജ് ആയിരിക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള ജഡ്ജ്മെൻറ്റ്സ് ചില ഇമ്പോർട്ടൻറ്റ് കോൺസിക്വൻസസ് ആ ഓർഗനൈസേഷനിൽ കൊണ്ടുവരും. അതിൽ പ്രധാനമായിട്ട് വരുന്ന ചില സ്പെസിഫിക് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ആണ്. ഫസ്റ്റ് വൺ സ്ട്രെസ് എന്ന് പറയുന്നത്. പീപ്പിൾ മേ പുട്ട് ടു മോർ സ്ട്രെസ് ഇഫ് ദേ ആർ ജഡ്ജ്ഡ് ബൈ കമ്പാരിസൺ പ്രോസസ്സ്. എപ്പോഴും ഒരു
ഒരു കമ്പാരിസൺ പ്രോസസ്സ് നടക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ആളുകൾ കൂടുതൽ സ്ട്രെസ്സ് അനുഭവിക്കാറുണ്ട്. ഇറ്റ് വിൽ ഹാവ് ഐദർ പോസിറ്റീവായിട്ടുള്ള സ്ട്രെസ്സും ഉണ്ടായിരിക്കാം, നെഗറ്റീവായിട്ടുള്ള ഒരു കോൺസിക്വൻസും ഉണ്ടായിരിക്കാം. ഒരു വ്യക്തി മെച്ചുവേർഡ് ആണെങ്കിൽ അതെന്ത് ചെയ്യും, ആ ഒരു ഇഷ്യൂവിനെ പോസിറ്റീവായിട്ട് എടുക്കുകയും ആൻഡ് വിൽ ട്രൈ ടു പുട്ട് മോർ എഫേർട്ട് ടു മീറ്റ് ദ എക്സ്പെക്റ്റേഷൻ, എന്നിട്ട് ആ ഒരു എക്സ്പെക്റ്റേഷനിലേക്ക് എത്താൻ വീണ്ടും ശ്രമിക്കുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഇനി ആ കോൺസിക്വൻസസ് നെഗറ്റീവായിട്ട് ലീഡ് കാണിച്ചാൽ തീർച്ചയായിട്ടും അവർ മാക്സിമം ആബ്സെൻ്റ് ആവുകയും അവർക്ക് ഇൽനെസ് ഉണ്ടാവുക, ലോ ആയിട്ടുള്ള ജോബ് സാറ്റിസ്ഫാക്ഷൻ, പുവർ മൊറാലിറ്റി, ഇതൊക്കെ ആയിരിക്കും ഉണ്ടായിരിക്കാം. അപ്പോൾ ഗ്രേറ്റ് ഡീൽ ഓഫ് സ്ട്രെസ് എന്ന് പറയുന്നത് ക്യാൻ ബി ഡ്യൂ ടു അത് ആ പെർസെപ്ഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ എങ്ങനെ നോക്കിക്കാണുന്നു എന്നതിൻ്റെ ബേസിലായിരിക്കും ആ ഒരു സ്ട്രെസ്സ് ഡീൽ ചെയ്യേണ്ടത്. നമ്മുടെ ജഡ്ജ്മെൻറ്റ്സ്, നമ്മുടെ എക്സ്പെക്റ്റേഷൻ, വർക്കേഴ്സിൻ്റെ ആ ഒരു വർക്ക് പ്ലേസിനെ കുറിച്ചുള്ള അവരുടെ ധാരണകൾ, അതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് അത് പോസിറ്റീവോ നെഗറ്റീവോ ആവുന്നതും അതിലൂടെ ആ സ്ട്രെസ്സ് ഉണ്ടാവുന്നതും. അപ്പോൾ മാനേജേഴ്സ് എപ്പോഴും എൻഷുർ ചെയ്യേണ്ടത് ജഡ്ജ്മെൻറ്റ് എപ്പോഴും എങ്ങനെയായിരിക്കണം, പോസിറ്റീവ് കോൺസിക്വൻസിലേക്ക് പോകുന്ന തരത്തിലായിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. രണ്ടാമത്താണ് എംപ്ലോയ്മെൻറ്റ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. ചില പെർസെപ്ച്വൽ എറേഴ്സ് കാരണം ഇൻ്റർവ്യൂ പ്രോസസ്സിൽ ഉണ്ടാവുന്നത് വഴി ചിലപ്പോൾ ജോബ് ആപ്ലിക്കൻസിനെയൊക്കെ നമുക്ക് സ്ക്രീൻ ചെയ്യേണ്ടതായിട്ട് വരും. ഫ്രം നോട്ട്സ് ഓഫ് പൊട്ടൻഷ്യൽ ഓർ പൊട്ടൻഷ്യൽ വിൽ നോട്ട് ബി വെരി ഇഫക്റ്റീവ്. ചിലപ്പം നല്ല പൊട്ടൻഷ്യൽ ആളുകളെ കിട്ടാം, അല്ലെങ്കിൽ കിട്ടാതിരിക്കാം. ദർ ഈസ് എ പുവർ ഇൻ്റർറേറ്റർ അഗ്രിമെൻറ്റ്. അത് ചിലപ്പം വളരെ കുറഞ്ഞ രീതിയിലാണ് ചെയ്യുന്നതെങ്കിൽ പെർഫോമൻസ് ഓഫ് ജോബ് ആപ്ലിക്കൻസ് വിച്ച് വിൽ പെർഹാപ്സ് ഡ്യൂ ടു ലോവർ സബ്ജക്ട്സ്, ഫ്യൂവേഴ്സ് സബ്ജക്റ്റീവ് ഫീലിങ്സ്, ബയാസ് കൊണ്ടായിരിക്കാം, പ്രജുഡീസ് ഉള്ളതുകൊണ്ടായിരിക്കാം, പെർസെപ്ച്വൽ എറേഴ്സ് കാരണമായിരിക്കാം എന്നാണ് പറയുന്നത്. ഇങ്ങനത്തെ കേസുകൾ വരുമ്പോൾ ഡിസ്ക്രിമിനേഷൻസ് ഉണ്ടായിരിക്കാം. റിക്രൂട്ട്മെൻറ്റ് ഇൻ്റർവ്യൂവിലൊക്കെ പലതരം വിവേചനങ്ങൾ, മാറ്റി നിർത്തപ്പെടുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. അത് ഒപ്പീനിയൻസ് ഫോം ചെയ്യുന്നതായിരിക്കാം ഇൻ്റർവ്യൂ ബേസ്ഡ് ആയിട്ടുള്ള റേഷ്യലായിട്ടും ജെൻഡർ വൈസും ഏജിൻ്റെയും സ്റ്റീരിയോ ടൈപ്സും ഒക്കെ ആയിരിക്കാം എന്നാണ് പറയുന്നത്. ടേക്കിംഗ് ഡ്യൂ കൺസിഡറേഷൻ ഓൺ ദ എലിമിനേഷൻ ഓഫ് ദീസ് എറേഴ്സ്. ഇത്തരത്തിലുള്ള എറേഴ്സ് എലിമിനേറ്റ് ചെയ്യുക പൂർണ്ണമായിട്ടും ഒരു ഇൻ്റർവ്യൂ ടൈമിൽ എന്നുള്ളതാണ് പറയുന്നത്. മാത്രമാണ് ഇഫക്റ്റീവായിട്ടൊരു ഡെസിഷൻ അവിടെ എടുക്കാൻ സാധിക്കുള്ളൂ. മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് പെർഫോമൻസ് എക്സ്പെക്റ്റേഷൻ. മാനേജേഴ്സിൻ്റെ എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത് വളരെയധികം ഇമ്പാക്റ്റ് ഉണ്ട് ഒരു എംപ്ലോയിയുടെ പെർഫോമൻസിൽ. ഒരു മാനേജർ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ഗുഡ് പെർഫോമൻസ് ആണ് സബോർഡിനേറ്റിൻ്റെ കയ്യിൽ നിന്ന് വിചാരിക്കാം. അത്തരത്തിലൊരു പെർഫോമൻസ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനവരെ അറിയിക്കുക, അല്ലെങ്കിൽ ആ ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ട് എന്നുള്ള കാര്യം പരമാവധി അവരിലേക്ക് എത്തിച്ചുകൊണ്ട് അവരുടെ കൂടുതൽ ബിഹേവിയർ നല്ല രീതിയിലേക്ക് എഫേർട്ട് എടുക്കാൻ പ്രാപ്തരാക്കി കൊടുക്കുക എന്നാണ് പറയുന്നത്. ഇനി പുവറായിട്ടുള്ള ഒരു സബ്സ്റ്റാൻഡേർഡ് പെർഫോമൻസ് ആണ് ഒരു മാനേജർ എക്സ്പെക്റ്റ് ചെയ്യുന്നതെങ്കിൽ ആ കാര്യവും എംപ്ലോയീസിൽ എന്ത് തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവുക, ബിഹേവ് ഇൻ സച്ച് എ വേ ആസ് ടു മീറ്റ് ദോസ് ലോ എക്സ്പെക്റ്റേഷൻസ്. അപ്പോൾ ആ എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത് എപ്പോഴും അത് റിയാലിറ്റി ആയിട്ട് മാറാൻ ചാൻസ് കൂടുതലുള്ളതാണ്. അപ്പോൾ സെൽഫ് ഫുൾഫില്ലിംഗ് ആയിട്ടുള്ള പ്രൊഫസി ഹാസ് ഇവോൾവ്ഡ് ടു ക്യാരക്ടറൈസ് ദ ഫാക്ട് ദാറ്റ് പീപ്പിൾസ് എക്സ്പെക്റ്റേഷൻ ഡിറ്റർമിൻ ദെയർ ബിഹേവിയർ. പലപ്പോഴും പല എക്സ്പെക്റ്റേഷൻസ് ആണ് അവരുടെ ബിഹേവിയർ തന്നെ ഡിറ്റർമിൻ ചെയ്യപ്പെടുന്നത്. അപ്പോൾ മാനേജേഴ്സ് എപ്പോഴും എൻഷുർ ചെയ്യേണ്ട കാര്യം പോസിറ്റീവായിട്ടുള്ള എക്സ്പെക്റ്റേഷൻസ് ആയിരിക്കണം കൂടുതലായിട്ടും അവരുടെ എംപ്ലോയീസിനോട് കൺവേ ചെയ്യേണ്ടത്. ആൻഡ് മേക്ക് ദം പുട്ട് മോർ എഫേർട്ട് ടു ബിക്കം ഔട്ട്സ്റ്റാൻഡിങ് എംപ്ലോയീസ്. അപ്പോൾ അതുവഴിയാണ് അവരുടെ എംപ്ലോയീസിനെ ഏറ്റവും കൂടുതൽ ഒരു ഔട്ട്സ്റ്റാൻഡിങ് എംപ്ലോയീസ് ആയിട്ട് ഏറ്റവും നല്ല മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ എത്തിക്കാൻ പ്രാപ്തമാക്കേണ്ടതും അതിലൂടെയാണ്. അപ്പോൾ എപ്പോഴും എംപ്ലോയീസുമായിട്ട് ഇടപെടുന്ന സമയത്ത് അവർക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള എക്സ്പെക്റ്റേഷൻസ് അവിടെ കൊടുക്കുക, എന്നാൽ മാത്രമാണ് അവർ പൂർണ്ണമായിട്ടും അവരുടെ ശ്രമങ്ങൾ അവിടെ ഉപയോഗപ്പെടുത്തുള്ളൂ എന്നാണ് പറയുന്നത്. നാലാമത്താണ് പെർഫോമൻസ് ഇവാലുവേഷൻ. ഒരു പെർഫോമൻസ് അപ്രൈസൽ ചെയ്യുന്ന സമയത്ത് മാനേജേഴ്സ് എപ്പോഴും ചെയ്യുന്ന ഹാവ് ഇൻഫ്ലുവൻസ്ഡ് വേരിയസ് പെർസെപ്ച്വൽ എറേഴ്സ്. പെർട്ടിക്കുലർ പലതരത്തിലുള്ള പെർസെപ്ച്വൽ എറേഴ്സ് അവിടെ ഉണ്ടാവും. ഒരാളെ അപ്രൈസൽ ചെയ്യുമ്പോൾ ചിലപ്പോൾ അവിടെ ഹാലോ ഇഫക്റ്റ് ഉണ്ടാവാം, സ്റ്റീരിയോ ടൈപ്പിംഗ് ഉണ്ടാവാം, കോൺട്രാസ്റ്റ് ഇഫക്റ്റ് ഉണ്ടാവാം. അപ്പോൾ ജനറൽ മാനേജേഴ്സ് എപ്പോഴും സബ്ജക്റ്റീവ് മെഷേഴ്സ് ആയിരിക്കും ഒരു എംപ്ലോയീസിൻ്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാൻ. അതായത് ഗുഡ് ഓർ ബാഡ് ബേസ്ഡ് ഓൺ ദെയർ ഓവറോൾ പെർസെപ്ഷൻ. മൊത്തത്തിൽ ഒരാളെ നോക്കി കാണുന്നതിനെ ബേസ് ചെയ്തിട്ട് ചില കാര്യങ്ങൾ ഗുഡ് അല്ലെങ്കിൽ ബാഡ് അങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് അവിടെ കുറച്ച് ഫോൾട്ടി ലീഡിങ്സ്, തെറ്റായ ദിശയിലേക്ക് ലീഡ് ചെയ്ത് പോകാനുള്ള ചാൻസ് അവിടെ കൂടുതലാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെയും കൂടി നമ്മൾ ഈ ഒരു ഇവാലുവേഷൻ ടെക്നിക്ക് ചെയ്യുമ്പോൾ അതിൽ അവോയ്ഡ് ചെയ്യേണ്ടതുണ്ട്. പിന്നെ പറയുന്ന എംപ്ലോയി എഫേർട്ട്.
ഒരു ഇൻഡിവിജ്വലിൻ്റെ എഫേർട്ടിനെ നമ്മൾ അസസ് ചെയ്യുമ്പോൾ അത് പ്യുവറായിട്ടും സബ്ജക്റ്റീവ് ജഡ്ജ്മെൻ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അതായത് ഒരു വ്യക്തിനെ ഒബ്സർവ് ചെയ്യുക അല്ലെങ്കിൽ അവരെ അസസ് ചെയ്യുന്നത് 3 വ്യക്തികളുണ്ടെന്ന് വിചാരിക്കാം. ആ 3 വ്യക്തികൾക്കും ചിലപ്പോൾ 3 തരത്തിലുള്ള അഭിപ്രായങ്ങളായിരിക്കാം അല്ലെങ്കിൽ പെർസെപ്ഷൻ ആയിരിക്കും ഉണ്ടായിരിക്കാം. ഇഫ് എ മാനേജർ ഈസ് ഫ്രീ ഫ്രം സച്ച് പെർസെപ്ച്വൽ എറേഴ്സ്, അപ്പോൾ ഇത്തരത്തിലുള്ള എറേഴ്സിൽ നിന്ന് ഒരു മാനേജറെ സംബന്ധിച്ചോളം അയാൾ ഫ്രീ ആവുകയാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഇല്ലാതിരിക്കുകയാണെങ്കിൽ ഹിസ് ജഡ്ജ്മെൻറ്റ് ജസ്റ്റ് ആസ് ഫെയർ. അപ്പോൾ അങ്ങനത്തെ ഒരു സ്വാധീനങ്ങളും ഇല്ലാണ്ട് കറക്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുകയെന്ന് വെച്ചാൽ അത് നീതിക്ക് നിരക്കുന്ന തരത്തിലുള്ള ഒരു അസസ്മെൻ്റ് ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ എംപ്ലോയീസ് അവരുടെ ആ ഒരു എഫേർട്ട് കൂടുതലായിട്ട് അവിടെ യൂസ് ചെയ്യും. അതുവഴി ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് ഒക്കെ നല്ല രീതിയിൽ ഫുൾഫിൽ ചെയ്യാൻ അത് ഹെൽപ്പ് ആവും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ എംപ്ലോയിയുടെ എഫേർട്ടിനെ എപ്പോഴും നമ്മൾ അസസ് ചെയ്യേണ്ടത് അതിൻ്റെ ശരിയും തെറ്റും വേർതിരിച്ച് അറിഞ്ഞുകൊണ്ടാണ്. 6ാമത്തെ പോയിന്റിൽ പറയുന്നത് എംപ്ലോയി ലോയൽറ്റി ആണ്. അതായത് മാനേജേഴ്സ് എപ്പോഴും എംപ്ലോയീസിനെ ഡിഫറെൻ്റ് ആയിട്ടാണ് പെർസീവ് ചെയ്യുന്നത് അല്ലെങ്കിൽ കാണിക്കുന്നത്. ചില എംപ്ലോയീസ് എന്ന് പറയുന്ന ലുക്കിംഗ് ഫോർ എംപ്ലോയ്മെൻറ്റ് ഔട്ട്സൈഡ് ദ ഓർഗനൈസേഷൻ, അവർ ആ ഓർഗനൈസേഷൻ്റെ പുറത്ത് തന്നെ ജോബ് അന്വേഷിച്ച് നടക്കുന്നുണ്ടാവും. എംപ്ലോയീസ് മേ ബി ലേബിൾഡ്. അപ്പോൾ അങ്ങനെ പറയുമ്പം അയാൾ അതിനൊന്നിനും കൊള്ളില്ല അല്ലെങ്കിൽ ഒരു വിശ്വസിക്കാൻ കൊള്ളാത്ത ആളാണ്, ഡിസ്ലോയലാണ്, നീതി പുലർത്തുന്ന ഒരാളല്ല എന്നാണ് പറയുക. കാരണം ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കെ അവിടുന്ന് രക്ഷപ്പെടാൻ അല്ലെങ്കിൽ വേറൊരു പുറത്ത് ജോബ് അന്വേഷിക്കാൻ തീർച്ചയായിട്ടും അത് ഡിസ്ലോയലാണെന്ന് പറയാം. അല്ലെങ്കിൽ ഇഫ് ആൻ എംപ്ലോയി ക്വസ്റ്റ്യൻസ് ടോപ്പ് മാനേജ്മെൻറ്റ് ഡെസിഷൻ, ടോപ്പ് മാനേജേഴ്സ് എടുക്കുന്ന ചില ഡെസിഷനെയൊക്കെ ചില സന്ദർഭങ്ങളിൽ എംപ്ലോയീസ് ക്വസ്റ്റ്യൻ ചെയ്യാറുണ്ട്. അപ്പോഴും അയാളെ നമ്മൾ ഡിസ്ലോയലാണ് എന്ന് ബ്രാൻഡ് ചെയ്യപ്പെടാറുണ്ട്. ഇഫ് ആൻ എംപ്ലോയി റിപ്പോർട്ട്സ് അൺഎത്തിക്കൽ പ്രാക്ടീസ് ഓഫ് മാനേജ്മെൻറ്റ് ടു അതോറിറ്റീസ്, മാനേജ്മെൻറ്റ് ചില ശരിയല്ലാത്ത രീതികളെ നമ്മൾ ചോദ്യം ചെയ്യുകയോ ചൂണ്ടിക്കാണിക്കുകയോ അതോറിറ്റീസ് ഔട്ട്സൈഡ് ദ ഓർഗനൈസേഷനൊക്കെ പറയുകയാണെന്ന് വെച്ചാൽ അയാളെയും ഡിസ്ലോയലായിട്ടാണ് കണക്കാക്കുക. അപ്പോൾ അസസ്മെൻറ്റ് ഓഫ് എംപ്ലോയീസ് ലോയൽറ്റി, ഒരു എംപ്ലോയിയുടെ ലോയൽറ്റീനെ അസസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അയാളുടെ കമ്മിറ്റ്മെൻറ്റ് ആത്മാർത്ഥതേനെ നമ്മൾ അസസ് ചെയ്യുമ്പോൾ അത് തീർച്ചയായിട്ടും ഹൈലി സബ്ജക്റ്റീവ് ആയിരിക്കും. അതായത് പേഴ്സൺ ടു പേഴ്സൺ അത് ഡിഫറെൻ്റ് ആയിരിക്കും ഓരോരുത്തരെയും അസസ് ചെയ്യുന്നത്. അതുകൊണ്ട് മതിയായ രീതിയിലുള്ള ശ്രദ്ധ കൊടുക്കേണ്ടതാണ് ഇങ്ങനത്തെ ജഡ്ജ്മെൻ്റൊക്കെ ചെയ്യുന്ന സമയത്ത്. അങ്ങനത്തെ തെറ്റുകളൊന്നും പറ്റുന്നില്ല എന്ന് ഉറപ്പ് വരുത്തേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത്. പ്രധാനമായിട്ടും ഒരു പെർസെപ്ഷൻ്റെ ബാരിയേഴ്സ്, എന്തൊക്കെ തടസ്സങ്ങൾ നമുക്കുണ്ട് എന്നുള്ളത് നോക്കി. ഒന്ന് സെലക്റ്റീവ് പെർസെപ്ഷൻ ആയിരിക്കാം, സ്റ്റീരിയോ ടൈപ്പ്, ഹാലോ ഇഫക്റ്റ്, പ്രൊജക്ഷൻ, എക്സ്പെക്റ്റേഷൻ. ഇനി നമ്മൾ നോക്കിയത് എന്താണ് ആട്രിബ്യൂഷൻ തിയറി. അതിൽ പ്രധാനമായിട്ട് വരുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് ഡിസ്റ്റിങ്റ്റീവ്നെസ്, കൺസെൻസസ്, കൺസിസ്റ്റൻസി. ഇനി ആട്രിബ്യൂഷനിൽ വരുന്ന എറേഴ്സ് 2 തരത്തിലാണ്. ഫണ്ടമെൻ്റൽ ആട്രിബ്യൂഷൻ എററും ഉണ്ട്, സെൽഫ് സെർവിങ് ബയാസും ഉണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞത് പെർസെപ്ഷൻ, അതായത് ഓർഗനൈസേഷനിൽ നമ്മൾ സ്പെസിഫിക് ആയിട്ട് അപ്ലൈ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ, എല്ലാവരുടെയും നമുക്ക് കോമൺ ആയിട്ട് അല്ലെങ്കിൽ പ്രത്യേകതയോടുകൂടി നമ്മൾ അപ്ലൈ ചെയ്യുന്ന കുറച്ച്, ഒന്ന് സ്ട്രെസ്സിൻ്റെ കേസിൽ, ഒന്ന് എംപ്ലോയ്മെൻറ്റ് ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ, ഒന്ന് പെർഫോമൻസിൻ്റെ എക്സ്പെക്റ്റേഷൻ, എങ്ങനെയാണ് കമ്പനി ഓരോ എംപ്ലോയീസിനെ എക്സ്പെക്റ്റ് ചെയ്യുന്നത്, പെർഫോമൻസ് ചിലപ്പോൾ ഇവാലുവേഷൻ നടത്തുന്ന സമയത്ത്, അല്ലെങ്കിൽ എംപ്ലോയിയുടെ എഫേർട്ടിനെ നമ്മൾ അസസ് ചെയ്യുന്ന സമയത്ത്, എംപ്ലോയിയുടെ ലോയൽറ്റീനെ അസസ് ചെയ്യാം. ഇത്തരത്തൊക്കെ കേസ് വരുമ്പോൾ എങ്ങനെ നമ്മൾ പെർസെപ്ഷനെ യൂസ് ചെയ്യണം എന്നുള്ളതാണ്. ഒരു ഓർഗനൈസേഷൻ ലെവലിൽ എങ്ങനെയാണ് ഇതിനെയൊക്കെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അത് പോസിറ്റീവായി ചെയ്യുമ്പോൾ വരുന്ന മാറ്റങ്ങൾ എന്ത്, നെഗറ്റീവായി വരുമ്പോഴുള്ള കോൺസിക്വൻസുകൾ എന്ത് എന്നുള്ളത് കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പോൾ അതെല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.